നമസ്കാരം, ഞാൻ റിനോഷ് കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗ് മാനേജിംഗ് ഡയറക്ടർ. വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതികളും പരിചയപ്പെടുത്തുന്ന കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗിൻ്റെ റൂഫ് ടോക്ക് എന്ന സീരീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് അലൂമിനിയം ടൈൽ ഷീറ്റ്, അതായത് നമ്മൾ റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന നോർമൽ ട്രഫോൾഡ് ഷീറ്റുകൾക്ക് പകരമായിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റിൽ കണ്ടുവരുന്ന ടൈൽ ഷീറ്റുകളെ പറ്റിയാണ്. അതിൽ തന്നെ പ്രീമിയമായ അലൂമിനിയം ടൈൽ ഷീറ്റിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. അലൂമിനിയം ടൈൽ ഷീറ്റിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ശരിക്കും അലൂമിനിയം പ്രൊഡക്റ്റിൻ്റെ അലൂമിനിയം റൂഫിങ്ങിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇത് ഒരിക്കൽ പോലും അലൂമിനിയം റൂഫിംഗ് ഷീറ്റ് തുരുമ്പെടുത്ത് പോകില്ല എന്നുള്ളത് തന്നെയാണ്. തുരുമ്പെടുത്ത് പോയില്ല. അതുപോലെ തന്നെ ഇത് 100% റീസൈക്കിൾ ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. അതേപോലെ ഒരു റീസെയിൽ വാല്യൂം കൂടിയുള്ള ഒരു പ്രൊഡക്റ്റാണ് അലൂമിനിയം പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈൽ ഷീറ്റുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അലൂമിനിയം ആയതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ചൂടിനെ വളരെ ഒരു പരിധി വരെ നമ്മുടെ വീടിനുള്ളിൽ ചൂടിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അതായത് അലൂമിനിയം ഒരിക്കലും ചൂടിനെ പിടിച്ച് നിർത്തുകയില്ല. നമ്മൾ ക്ലൈമറ്റ് ചൂടാകുന്നതനുസരിച്ച് ചൂടാവുകയും അത് കഴിയുമ്പോൾ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് മാറുകയും ചെയ്യും. അപ്പം നോർമൽ GI അല്ലെങ്കിൽ മറ്റ് സെറാമിക് ഇങ്ങനെയുള്ളതിൻ്റെ ചൂട് നമ്മുടെ വീടിനുള്ളിൽ എഫക്റ്റ് ചെയ്യുന്നതിന് അത്രയും ഒരു പരിധി വരെ അലൂമിനിയം റൂഫിംഗ് ഷീറ്റിൻ്റെ ചൂടിനെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റീസെയിൽ വാല്യൂ ഞാൻ പറഞ്ഞത്, അതായത് ഇന്ന് മാർക്കറ്റിൽ ഇത് ഏകദേശം ഒരു 400 രൂപ ഇപ്പോൾ കിലോ വിലയുള്ളൊരു പ്രൊഡക്റ്റാണ് അലൂമിനിയം എന്ന് പറയുന്നത്. ഇന്ന് അതേ സാധനം തന്നെ ഇന്ന് സ്ക്രാപ്പ് വില എന്ന് പറയുമ്പോൾ 120 രൂപ മുകളിൽ സ്ക്രാപ്പ് വിലയും കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഫ്യൂച്ചർ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ മാറുന്ന സമയത്ത് ഇതിനൊരു റീസെയിൽ വാല്യൂയും കൂടി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് അലൂമിനിയം റൂഫിംഗ് ഷീറ്റ്. ഇനി ഇതിൻ്റെ ടൈൽ ഷീറ്റിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ട്രഫോൾ ഷീറ്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായതും ഭംഗിയായതുമായ പ്രൊഡക്റ്റാണ് ടൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ അലൂമിനിയത്തിൻ്റെ ടൈൽ ഷീറ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ശരിക്കും ഗുണമെന്ന് പറഞ്ഞാൽ വേറെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് ടൈം വാറണ്ടിയാണ് കമ്പനി നൽകുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് അലൂമിനിയം ടൈൽ ഷീറ്റ്. ഇന്ന് മാർക്കറ്റിൽ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ടൈൽ ഷീറ്റായിട്ട് മാർക്കറ്റിലുണ്ട്. അതായത് നമുക്ക് സെറാമിക് ടൈല്, അതുപോലെ UPVC, അതുപോലെ GI, GL ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെ എല്ലാം ടൈൽ ഷീറ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് അലൂമിനിയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. അതേപോലെ തന്നെ വെയിറ്റ് കുറവാണ്. ഇന്നത്തെ ഒരു വീടിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് വീടുകളുടെ ലൈറ്റ് റൂഫിംഗ് ഒരു കൺസെപ്റ്റിലേക്ക് ആൾക്കാർ മാറിയെന്നാണ്. അപ്പം ലൈറ്റ് റൂഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഏറ്റവും കൂടുതൽ വെയിറ്റ് നൽകുന്നത് നമ്മുടെ റൂഫിങ്ങിലൂടെയാണ്. അതിൽ അലൂമിനിയത്തിൻ്റെ നമ്മുടെ റൂഫിൻ്റെ വെയിറ്റ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അലൂമിനിയത്തിൻ്റെ റൂഫിംഗ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സെറാമിക് ഓട് ഒരു ഓട് എന്ന് പറയുമ്പോൾ ഏകദേശം 2 കിലോ തൊട്ട് 4 കിലോ വരെ ഭാരം വരുന്ന ഒരു പ്രൊഡക്റ്റാണ് സെറാമിക് ടൈൽ. അതേപോലെ തന്നെ GI ഷീറ്റുകളുടെ തന്നെ ടൈൽ ഷീറ്റുകളുണ്ട്. അത് ഏകദേശം ഒരു 300 വരെ വെയിറ്റ് വരുന്നൊരു പ്രൊഡക്റ്റാണ് GI ഷീറ്റുകളുടെ. ആ സാധനത്ത് നമ്മുടെ അലൂമിനിയത്തിൻ്റെ ടൈൽ ഷീറ്റ് വരുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന്, ഞാനീ പറഞ്ഞതെല്ലാം ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ വെയിറ്റാണ് പറഞ്ഞത്. അപ്പം അലൂമിനിയത്തിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 140 ഗ്രാം മാത്രമേ ഭാരം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂഫിൻ്റെ വെയിറ്റ് ഒരു നല്ല രീതിയിൽ കുറച്ച് വീടിന് ഒരു സംരക്ഷണം നൽകി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂടി ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ പറയുന്നുള്ള ഇതിൻ്റെ തിക്നെസ്, ടൈൽ ഷീറ്റിനെ സംബന്ധിച്ച് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തിക്നെസ് 0.50 mm തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്. ഇപ്പോൾ ട്രഫോൾഡുകളെ സംബന്ധിച്ച് അലൂമിനിയത്തിൻ്റെ 0.40 mm തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 0.40, 46, 50 തൊട്ട് 71 വരെയുള്ള തിക്നെസ്സിൽ ട്രഫോൾഡ് ഷീറ്റുകളുണ്ട്. ടൈൽ ഷീറ്റുകളെ സംബന്ധിച്ചാണെങ്കിൽ 0.50 mm മുതലാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് മാർക്കറ്റിൽ പോകുന്നത്. 50 mm ആണ് നമ്മുടെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ട് വിൽക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് 50 തന്നെയാണ്. അതിൽ തന്നെ 2 ഡിസൈനാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. അതായത് ഗ്രാൻഡ് ടൈലും നോവ ടൈലും. ഈ ഗ്രാൻഡ് ടൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മൾ വീടുകളിൽ ഇട്ടേക്കുന്ന ടൈലിൻ്റെ അതേ വലിപ്പത്തിൽ ഉള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഗ്രാൻഡ് ടൈലിന് വരുന്നത്. വലിയൊരു ഓടിൻ്റെ അതേ ഫിനിഷ്, അത് നമ്മുടെ നോർമൽ ഒരു ഓട് എന്ന ഒരു കൺസെപ്റ്റ്
ഇടുന്നതിന് പകരമായിട്ട് അതേ ഒരു പാറ്റേണിൽ വരുന്ന പ്രൊഡക്റ്റാണ് ഗ്രാൻഡെയിൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മൾ ഈ കാണുന്നത് പറയുന്നത് ഒരു യൂറോപ്യൻ ഡിസൈനാണ്. യൂറോപ്യൻ ഡിസൈൻ ഇതിന് പറയുന്നത് നോവാറ്റൈൽ എന്നാണ് ഇതിൻ്റെ ഒരു നെയിം വരുന്നത്. വളരെ ട്രെൻഡിങ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ എനിക്ക് തോന്നുന്നു ഒറാലിയം കമ്പനിക്ക് മാത്രമാണ് ഇപ്പോൾ അലൂമിനിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ പുതിയ ബ്രാൻഡുകൾ ഈ ഒരു ഡിസൈനായിട്ട് മാർക്കറ്റിൽ വരുന്നുമുണ്ട്. അപ്പം ഈ രണ്ട് പാറ്റേൺ ആണ് ടൈൽ ഷീറ്റിൽ, ഈ ഒരു രണ്ട് ഡിസൈനാണ് നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. അതായത് പണ്ട് കാലങ്ങളിൽ റൂഫിംഗ് എന്ന് പറയുമ്പം ശരിക്കും ഒരു 10 കൊല്ലം കഴിയുന്നതിന് ശേഷം വീടിൻ്റെ ചൂട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ലീക്കേജ് വരുന്ന സമയത്ത് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റൂഫിംഗ് പ്രോഡക്റ്റ് ഇന്ന് അതിന് മാറി പുതിയൊരു വീട് വെക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ തന്നെ റൂഫിംഗ് ചെയ്തു പോകാമെന്നുള്ള രീതിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റൂഫിംഗ് മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് എന്നുള്ള റൂഫിംഗ് കോൺസെപ്റ്റിന് യാതൊരു നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ അലൂമിനിയം ടൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഈ പരിചയപ്പെട്ട ടൈൽ ഷീറ്റുകളിലെ കളർ വേരിയൻറ്റുകൾ. അതായത് ഈ കാണുന്നത് സിംഗിൾ കളർ എന്ന് പറയുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഗ്രേ, റെഡ്, ബ്രൗൺ, ബ്ലൂ ഇങ്ങനെ 4 കളേഴ്സിൽ ഈ ഗ്രാൻഡെയിൽ, നോവാറ്റൈൽ ഈ 2 പ്രൊഡക്റ്റുകൾ ഈ 4 കളേഴ്സിൽ മാർക്കറ്റ്. ഇതൊരു ഏകദേശം ഒരു സെമി മാറ്റ് ഫിനിഷിലാണ് ഈ ഒരു സിംഗിൾ കളർ വരുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളതാണ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കാണുന്ന ഈ ഒരു ടെസ്റ്റർ ഡിസൈനുകൾ. ഈ കാണുന്നത് ക്ലൗഡ് ഗ്രേ എന്ന് പറയുന്ന കളർ ഷെയ്ഡും ഇത് ഫയർ റെഡ് എന്ന് പറയുന്ന കളർ ഷെയ്ഡും. ഇതിൽ ഈ കളേഴ്സുകളെല്ലാം തന്നെ ഈ 2 വേരിയന്റിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ട്രഫോൾഡ്, നോർമൽ ട്രഫോൾഡ്, ഇപ്പോൾ ഈ ഒരു കളറിൽ ടൈൽ അല്ലാതെ നമുക്ക് നോർമൽ ട്രഫോൾഡ് ഷീറ്റാണ് വേണ്ടുന്നുണ്ടെങ്കിൽ അതും തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്നതാണ് ഒരു ഗോൾഡൻ ഫിനിഷ് വരുന്നതാണ്. അതായത് ശരിക്കും ഇതൊന്നൊരു PVDF ഒരു പ്രൊഡക്റ്റാണ്. കളറിന് തന്നെ 15 വർഷം വാറണ്ടി നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ ഈ മറ്റ് പ്രൊഡക്റ്റുകൾക്കെല്ലാം 7 വർഷം കളർ വാറണ്ടിയും ലൈഫ് ടൈം പ്രൊഡക്റ്റ് വാറണ്ടിയാണ് കമ്പനി നൽകുന്നത്. കാണുന്നതെല്ലാം ഒറാലിയം കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് ഈ നമ്മൾ കണ്ടതും പരിചയപ്പെട്ടതും എല്ലാം. ഇനിയിപ്പോൾ പറയാനുള്ളത് ടൈൽ ഷീറ്റുകൾ നമ്മൾ മേച്ചിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന് ഉപയോഗിക്കുന്ന സ്ലോപ്പ്. ഇതൊരു ഫ്ലാറ്റ് റൂഫിലായിട്ട് ടൈൽ ഷീറ്റുകളോ അല്ലെങ്കിൽ അലുമിനിയം പ്രൊഡക്റ്റുകളോ ഉപയോഗിക്കാതിരിക്കുക. ഇതിനൊരു ഏകദേശം ഒരു 22 ഡിഗ്രിയോളം സ്ലോപ്പിൽ തന്നെ കൃത്യമായ മഴവെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു സ്ലോപ്പ് കൺസിഡർ ചെയ്ത് തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്യുക. രണ്ടാമത് പറയാന്നുണ്ടെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന പള്ളിങ് ഗ്യാപ്പ് ശരിക്കും കമ്പനി പറയുന്നത് 1 അടി ഗ്യാപ്പാണ് പറയുന്നത്. 1 അടി തൊട്ട് 1.5 അടി വരെ നമുക്ക് ഇത് നൽകുന്നത് കുഴപ്പമില്ല. പക്ഷെ 1.5 അടി കൂടാത്ത പള്ളിങ് ഗ്യാപ്പിൽ തന്നെ കൃത്യമായിട്ട് ടൈൽ ഷീറ്റിൻ്റെ സ്ട്രക്ചർ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ നോർമൽ ട്രഫോർഡിന് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൈൽ ഷീറ്റിലേക്ക് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് ആ ഒരു വർക്കിൽ നിന്ന് കിട്ടത്തില്ല. നിങ്ങൾ ഏത് ഷീറ്റാണോ റൂഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് അനുബന്ധമായിട്ടുള്ള രീതിയിലുള്ള സ്ട്രക്ചർ ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മളതിൻ്റെ പ്രൊഡക്റ്റ്. പിന്നീട് ആ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കത് വലിയൊരു ലോസിലേക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇതിൻ്റെ എല്ലാം മുകളിലായിട്ട് ഒരു ഗാർഡ് ഫിലിം പ്ലാസ്റ്റിക് കോട്ടിങ് കമ്പനി പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ആ ഗാർഡ് ഫിലിമുകളെല്ലാം കൃത്യമായി റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് ഓവർലാപ്പ്, ചിലർ ഈ ഒരു ടൈൽ കംപ്ലീറ്റ് ആയിട്ട് ഓവർലാപ്പ് കയറ്റി തന്നെ ഇത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും. ശരിക്കും ഇത് 3.5 അടി കവറേജ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. നോർമൽ ട്രഫോളിനെക്കാട്ടിലും വീതി കൂടുതലാണ്. 3.5 അടി നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ലെന്ത് വൈസ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് 3 അടി തൊട്ട് 18 അടി വരെ ഉള്ള ലെന്തിൽ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഇത് ഒരു 12-14 അടി വരെയുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാനും ബെറ്റർ ആയിട്ടുള്ളത്. ലെന്ത് കുറഞ്ഞുള്ള ഷീറ്റുകൾ തന്നെയായിരിക്കും കുറച്ചുകൂടെ ഒരു ഔട്ട്പുട്ടിന് ബെറ്റർ ആയിട്ടുള്ളത്. പൊതുവേ അതുപോലെ തന്നെ ടൈൽ ഷീറ്റുകൾ ഇടുമ്പോൾ പറയുന്നത് ഇതിൻ്റെ ഒരു വേസ്റ്റേജ് കൂടുതൽ ആണ് എന്നുള്ളതാണ്. അപ്പം ശരിക്കും അതിനൊരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കിട്ടും. ഇപ്പം സ്റ്റാൻഡേർഡ് സൈസായി ഇപ്പം 8, 10, 12 എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് സൈസ്. ഇപ്പം നമുക്കതൊരു 13 അടിയാണ് അവിടത്തേക്ക് വേണ്ടുന്നത്, അല്ലെങ്കിൽ 15 അടിയാണ്. ഇങ്ങനെയുള്ള സൈസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇപ്പോൾ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ വേസ്റ്റേജ് നമുക്കൊരു പരിധി വരെ നമുക്കിത് കുറയ്ക്കാൻ പറ്റുകയും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോസും ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് മാർക്കറ്റിൽ
ഉണ്ടാകത്തില്ല. നമ്മുടെ റൂഫ് ചെയ്യുന്ന സമയത്തിൽ അങ്ങനെ ഒരു നഷ്ടം നമുക്ക് ഉണ്ടാകാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ റൂഫ് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ടൈൽ ഷീറ്റുകൾ നമുക്ക് ഇപ്പോഴത്തെ ഈ കാർപോർട്സുകൾക്കൊക്കെ ഒരു ആർച്ച് കാർപോർട്സ് ഉള്ള രീതിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആ ഒരു സെഗ്മെന്റിലേക്ക് നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. അതൊക്കെ ഏത് അളവിൽ വേണമെങ്കിലും നമുക്കത് ലഭ്യമാണ്. അതിലേക്ക് അലുമിനിയം ട്രഫോൾഡുകളുടെ ക്രിമ്പ് ഷീറ്റുകൾ, അതായത് നമ്മൾ ഒരു ചെറിയ ഇറക്കിന് വേണ്ടിയിട്ടുള്ള ക്രിമ്പ് ഷീറ്റുകൾ, ശരിക്കും ക്രിമ്പ് ഷീറ്റുകൾക്കൊക്കെ പകരമായിട്ട് തന്നെ വേണമെങ്കിൽ ഈ ടൈൽ ഷീറ്റിൻ്റെ ഒരു 4 അടിയോ 6 അടിയോ ഒക്കെ നമുക്ക് ഉപയോഗിച്ച് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായ ഉള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ക്രിമ്പ് ഷീറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു അത്യാവശ്യം നല്ല സ്ലോപ്പിൽ നമുക്ക് ഈ ടൈൽ ഷീറ്റുകൾ അതിൻ്റെ 4 അടി 6 അടിയോ വെച്ച് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെട്ടിടത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നതിനും അത്യാധുനിക ഡിസൈനിലേക്ക് ഉള്ള റൂഫിൽ നമുക്ക് ലഭിക്കുന്നതിനും അതേപോലെ റീസെയിൽ വാല്യൂ ലഭിക്കുന്നതിനും അലുമിനിയം ടൈൽ ഷീറ്റ് തന്നെ ചൂസ് ചെയ്യുക. അലൂമിനിയം ടൈൽ ഷീറ്റുകളെ പറ്റി ഒറ്റ വാക്കിൽ പറയാന്നുണ്ടെങ്കിൽ അലൂമിനിയം റൂഫിംഗ് ഈസ് നോട്ട് എ റൂഫ്, ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് റിനോഷ് കോട്ടക്കൽ.